നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. UDFന്റെ സീറ്റ് നിർണയ ചർച്ച എന്ന് പറഞ്ഞാൽ അത് ഒരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെങ്കിൽ എന്തെല്ലാം നോക്കണം, ആരുടെയെല്ലാം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കണം. അതിനെല്ലാം മുൻപ് മുന്നണിയിലെ കക്ഷികൾ തമ്മിൽ സീറ്റ് വീതം വെക്കണം. അതാണ് ഏറ്റവും കടുപ്പം പിടിച്ച പരിപാടി. നല്ല രീതിയിൽ വീതം വെപ്പ് നടന്നേനെ. പിണങ്ങിപ്പോയ ആ മാണി സാർ തിരികെ വന്നതാണ് ആകെ കുഴപ്പമായത്. അവരുടെ ഒരു സീറ്റിനെ ചൊല്ലിയാണ് ഈ പൊല്ലാപ്പത്രയും. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇന്ന് അവരുമായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. അതുകൊണ്ട് ഇന്ന് അതോടൊപ്പം തന്നെ ഈ 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. UDFൽ ഒരു അഭിപ്രായ വ്യത്യാസവും നിലവിലില്ല. അല്ല ചെന്നിത്തലാജി, ഇത്ര ഒറ്റക്കെട്ടായിട്ടും എന്താണ് ഈ സീറ്റ് വിഭജനം ഇതുവരെ നടത്താൻ കഴിയാത്തത്? ഇത്രയും ഒറ്റക്കെട്ടാവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾ കൂടുതൽ സീറ്റൊക്കെ ചോദിക്കുന്നത് ഒരു യാഥാർത്ഥ്യബോധമുള്ള കാര്യം തന്നെയാണ്. ഇടതുമുന്നണിയെ പോലെയല്ല, അവരിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ശരിയാണ്, ഇടതുമുന്നണിയിലെ ചില പാർട്ടികൾ സീറ്റ് നേരത്തെ പ്രഖ്യാപിച്ചു കളഞ്ഞു. വല്ലാത്ത ചതിയായിപ്പോയി. ചെന്നിത്തലാജിയും കൂട്ടരും സീറ്റ് വിഭജിക്കാനായി ഇവിടെ ചക്രശ്വാസം വലിക്കുകയാണ്. അപ്പോഴാണ് ആ ഇടതുമുന്നണിക്കാർ നേരത്തെ സീറ്റ് പ്രഖ്യാപിച്ച് ചതിച്ചു കളഞ്ഞത്. അവരുടെ കക്ഷികളുമായിട്ടൊന്നും ചർച്ചയും ഉണ്ടായിട്ടില്ല. പക്ഷേ അവരുടെ ഓരോ CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPM പ്രഖ്യാപിക്കാൻ പോകുന്നു. ഞങ്ങൾ അങ്ങനെയല്ല. അല്ല, ഈ ചെന്നിത്തലാജി എന്താണ് ഈ പറഞ്ഞു വരുന്നത്? തർക്കമില്ലാതെ ഇടതുമുന്നണിക്കാർ സീറ്റ് പ്രഖ്യാപിച്ചതായോ ഇപ്പോൾ കുറ്റം? നിങ്ങൾ ചർച്ച ചെയ്തിട്ടും തല്ലുകൂടി അലമ്പുണ്ടാക്കിയിട്ടും സീറ്റ് വിഭജിക്കാൻ പറ്റാത്തതിന് അവരെന്ത് പിഴച്ചു? കോൺഗ്രസ് ഇന്നലെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തന്നെ മുന്നോട്ട് തെരഞ്ഞെടുപ്പ്. അല്ല ചെന്നിത്തലാജി, ഇപ്പോൾ യഥാർത്ഥ പ്രശ്നം ആ കേരള കോൺഗ്രസിലെ അടിയല്ലേ? അവർക്ക് 2 സീറ്റ് എന്ന ആശയം കൊടുത്തിട്ട് നിങ്ങൾ തമ്മിൽ തല്ലിച്ചതല്ലേ? അതിൽ ഒന്ന് ഇടപെട്ടാൽ ആ പ്രശ്നം തീരില്ലേ? അല്ല, അത്തരം കാര്യങ്ങൾ അവരുടെ കേരള കോൺഗ്രസിനാണ് സീറ്റ്. കേരള കോൺഗ്രസ് ആണ് മുന്നണിയിൽ. അവരുടെ പാർട്ടിയിലെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അതിനകത്ത് ഞങ്ങൾ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. യാതൊരു സാഹചര്യം ഓരോ പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ അവരവരല്ലേ തീരുമാനിക്കുന്നത്. അത് ഞങ്ങളല്ല. അതൊന്നും ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തീരുമാനം ഇവിടെ വെച്ച് പ്രഖ്യാപിച്ച പിന്നെ ചർച്ചയുണ്ടോ? ലോകത്തെന്ത് പ്രശ്നമുണ്ടായാലും അതിന് ഉത്തരവാദി പിണറായി വിജയനാണ്. കോഴിക്കോട് ചൂട് കൂടുന്നത് പോലും പിണറായിയുടെ ഭരണം കൊണ്ടാണെന്ന് ചെന്നിത്തലാജി. കോഴിക്കോട് ഭയങ്കര ചൂടാണ്. ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ അടവുകളും സൂത്രങ്ങളുമാണ് പാർട്ടിക്കാർ പ്രയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിജിക്ക് സീറ്റും വേണ്ട, മന്ത്രിയുമാകണ്ട. ഹോ, എന്തൊരു ത്യാഗസന്നദ്ധൻ! ഏതെങ്കിലും ഒരു സീറ്റിൽ തുഷാർജിയെ കൊണ്ട് മത്സരിപ്പിക്കാൻ പിറകെ നടക്കുകയാണത്രേ ആ അമിത്ഷാജി. ഹോ, ഇത്രയ്ക്ക് ഭയങ്കരനായിരുന്നു ഈ തുഷാർജി. ആകെ കൂടി ഒരു 4 സീറ്റ് BJP BDJSന് കൊടുത്താലായി. അതിലൊരെണ്ണം തുഷാർജി മത്സരിച്ചേ പറ്റൂ. മത്സരിച്ചിട്ട് എന്തിനാണാവും? ആകെ കൂടി 2ഓ 3ഓ പഞ്ചായത്തിൽ ഒരു 100 പേരുണ്ടെങ്കിലായി. അങ്ങനെ ഒരു പാർട്ടിയാണ് കേരളത്തിൽ BJPയുടെ കൂടെ കൂടി മലമറിക്കാൻ പോകുന്നത്. ആകെയുള്ളത് കുറച്ചാളുകൾ. അതിൽ വലിയൊരു വിഭാഗം ഇതാ BDJS വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലക്കാരായ BDJSകാരാണ് പുതിയ കാലുമാറ്റ കക്ഷി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഈ പാർട്ടിയെ നശിപ്പിക്കുവാൻ വേണ്ടി പാർട്ടി അധ്യക്ഷനോടൊപ്പം ചേർന്ന ചില പാർട്ടിയുടെ ഉപജാപക വൃത്തങ്ങളായ സംസ്ഥാന നേതാക്കൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തകർക്കുവാൻ വേണ്ടി ഒട്ടനവധി സമര പോരാട്ടങ്ങളിൽ നിന്നും പാർട്ടിയെ പിന്തിരിപ്പിച്ചു. ആ BJPക്കാരുടെ കൂടെ കൂടി തുഷാർജി ആളാകെ മാറിപ്പോയി. സ്വന്തം പാർട്ടിക്കാരുടെ കാര്യം നോക്കാൻ പോലും ഇപ്പോൾ സമയമില്ല. ഉള്ള എല്ലാവരെയും നടുക്കടലിൽ കളഞ്ഞിട്ട് മുങ്ങുകയാണത്രേ തുഷാർജിയുടെ പരിപാടി. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഉടലെടുത്ത രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഈ പാർട്ടിയിൽ വിശ്വസിച്ച് വന്ന എല്ലാ പേരെയും നടുക്കടലിൽ കൊണ്ട് താഴ്ക്കുന്ന ഒരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം നശിച്ചത് കൊണ്ടാണ് ഡെമോക്രാറ്റിക്സ് എന്ന നാമോദയത്തിൽ BDJS സംസ്ഥാന തലത്തിൽ തന്നെ ഇന്ന് പിളർന്ന് ഒരു പുതിയ സംവിധാനത്തിന് വേണ്ടി രൂപം കൊടുക്കുന്നത്. 11 മണ്ഡലം പ്രസിഡന്റുമാർ രാജിവെച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാന സെക്രട്ടറി ശ്രീ താഞ്ഞമൂട് സുധീന്ദ്രൻ രാജിവെച്ചിട്ടുണ്ട്.
മറ്റൊരു സംസ്ഥാന യുവജന വിഭാഗത്തിന്റെ വൈസ് പ്രസിഡന്റ് തോന്നക്കൽ ബൈജു രാജിവെച്ചിട്ടുണ്ട്. പാവങ്ങളായ BDJSകാർ ഒരു പ്രശ്നം പറയാൻ തുഷാർജിയെ കാണാൻ ആലപ്പുഴയിലേക്ക് പോയി. അവരോട് തുഷാർജി ചെയ്തത് എന്താണെന്ന് കേൾക്കണോ? ആലപ്പുഴ ചെന്നപ്പോൾ തികച്ചും ബ്രിട്ടീഷുകാരൻ പയറ്റിയിരുന്ന അതേ തന്ത്രമാണ് അവിടെ ഉപയോഗിച്ചത്. ഈ പോയിട്ടുള്ള 10-15 പേരെ ഒന്നിച്ചിരുത്തി സംസാരിക്കാണ്ട് ഓരോ ആൾക്കാരെ മാത്രം വിളിച്ച് അദ്ദേഹം സംസാരിച്ചു വിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 17-18 തീയതികളിൽ, അതായത് ഒരു 3-4 മാസത്തിന് മുമ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്ന സമയം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. ആകെ കൂടി എല്ലും തോലുമായിരിക്കുന്ന പാർട്ടിയാണല്ലോ ഈ BDJS. ഇനി ഇതിൽ നിന്നും പിരിഞ്ഞു പോയാൽ പിന്നെ എന്താണ് ബാക്കി ഉണ്ടാവുക? എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത് ഒരു കാര്യമാണ്. പണ്ട് മഹാബലി ചക്രവർത്തി നമ്മുടെ നാട് ഭരിച്ചിരുന്നപ്പോൾ അസൂയ പൂണ്ട ദേവന്മാർ വാമനനെ കൊണ്ട് മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയതുപോലെയാണ് നല്ല രീതിയിൽ ട്രിവാൻഡ്രം ജില്ല നയിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പഴയ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ചൂഴാൽ നിർമ്മലിനെ തുഷാറും സംഘവും ചവിട്ടി പാതാളത്തിലേക്ക് അയച്ചത്. ആ പാതാളത്തിൽ നിന്നും മഹാബലി വർഷത്തിൽ ഒരു ദിവസം വന്നിരുന്നുവെങ്കിൽ ഞങ്ങൾ പാതാളത്തിൽ നിന്നും തിരിച്ച് ഉയർന്നെഴുന്നേറ്റ് വന്നിരിക്കുന്നു, തിരിച്ചു ഫയറ്റാൻ വേണ്ടി മാത്രം. അല്ല, സത്യം പറഞ്ഞാൽ ഇക്കൂട്ടർ പറയുന്നതിൽ കാര്യമുണ്ട്. അതായത് ഈ തുഷാർജി ആരുടെ കൂടെയാണെന്ന് തുഷാർജിക്ക് പോലും ഇപ്പോഴും നിശ്ചയമില്ല. അത് BJPയുടെ കൂടെയാണോ അതോ വെള്ളാപ്പള്ളിജിയുടെ കൂടെയാണോ എന്ന്. എൻഡിഎയുടെ ഘടകകക്ഷിയായി നിന്നുകൊണ്ട് എൻഡിഎക്കകത്ത് നിന്നുകൊണ്ട് BDJS അതിന്റെ നയപരിപാടികളിൽ നിന്നും വ്യതിചലിച്ചതിന്റെ ഫലമായിട്ട് ഒരൊറ്റ മനുഷ്യനെ പോലും ആ കേസിൽ ഉൾപ്പെടുവാനോ പ്രതിയാനോ വേണ്ടി കഴിഞ്ഞില്ല. ശബരിമല വിഷയത്തിന്റെ നയം എന്താണ്? പാർട്ടിയുടെ നയം ശ്രീ തുഷാർ വെള്ളാപ്പള്ളി വെളിപ്പെടുത്തുവാൻ വേണ്ടി ബാധ്യസ്ഥനാണ്. നിർമ്മലൻ എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ, അഴിമതി നടത്തിയിട്ടുണ്ടോ, കള്ളനാണോ, കൊള്ളക്കാരനാണോ, പാർട്ടിക്ക് അതീതമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തി എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ എന്നെ തീർച്ചയായിട്ടും തിരിച്ചെടുക്കുവാൻ ഈ പാർട്ടിക്ക് ബാധ്യസ്ഥതയുണ്ട്. ഇതൊന്നുമല്ല പ്രശ്നം, ചെരുപ്പ് നക്കികളാണ് പ്രശ്നം. ഇത്ര ചെറിയ പാർട്ടിയിൽ ഇത്രയും ചെരുപ്പ് പിടുത്തക്കാരോ? തിരുവനന്തപുരം ജില്ലയിൽ നിന്നും സംസ്ഥാന നേതാക്കളായിരിക്കുന്ന ചില ചെരുപ്പെടുക്കുന്ന നേതാക്കളുണ്ട്, ചെരുപ്പെടുത്ത് കൊടുക്കുന്ന. എല്ലാ പാർട്ടിയിലും ഒക്കെ അത് കാണും, പക്ഷേ BDJS കുറച്ച് കൂടുതലാണ്. ആ ചെരുപ്പെടുക്കുന്ന സംസ്ഥാന നേതാക്കളുടെ ആജ്ഞാനവൃത്തിയായി നടന്ന കാര്യങ്ങളുടെ ഫലമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു പിളർപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ ഈ പാർട്ടി പിളരുവാൻ വേണ്ടിയുള്ള കാരണമുണ്ടായത്. ഇനി കോൺഗ്രസുകാർക്ക് KPCCയിൽ നിന്ന് കൊടുക്കുന്ന മാധ്യമ ക്ലാസ്സിലെ പ്രസക്ത ഭാഗങ്ങളാണ്. ആദ്യം നമ്മുടെ VM സുധീരൻജിയുടെ വകയാണ്. പുൽവാമ ആക്രമണത്തിന് ശേഷം രാഷ്ട്രീയം പറയില്ല എന്ന് പറഞ്ഞ രാഹുൽജിയെ മോദിജി നൈസായിട്ട് പറ്റിച്ച കഥയാണ് സുധീരൻജി പറയുന്നത്. അതായത് രാഹുൽജി മിണ്ടാതിരുന്നപ്പോൾ മോദിജി അത് മുതലാക്കി രാഷ്ട്രീയം പറഞ്ഞു. BJPയെ വിശ്വസിച്ച് ഒന്നും മിണ്ടാതിരുന്ന രാഹുൽ ആരായി? കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ കാര്യത്തിൽ കുറച്ചു കാലത്തേക്ക് താൻ രാഷ്ട്രീയം പറയില്ല, ഒരാഴ്ച താൻ രാഷ്ട്രീയം പറയില്ല, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കില്ല, ഞങ്ങൾ ഒന്നിച്ചുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ BJPയുടെ തലവനായ അമിത്ഷായും എന്താ പറഞ്ഞത്? അവർ പക്ക രാഷ്ട്രീയം, പച്ചയായ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. ഈ രാജ്യത്തോടോ ജനങ്ങളോടോ സൈനികരോടോ ഉള്ള കൂറോ അവരോടുള്ള ഐക്യദാർഢ്യമോ അതിനേക്കാൾ ഉപരിയായി ആ സാഹചര്യം സൈനികരുടെ ത്യാഗത്തെ, അവരുടെ ജീവാർപ്പണത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഒരു മീഡിയ കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ അവർക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ഫ്ലക്സ് വെച്ചാൽ എന്താ ചെയ്യുക? ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഞാനുണ്ട്, പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ശിവകുമാറുണ്ട്, മീഡിയ കമ്മിറ്റിക്ക് പാലോട് രവിയുണ്ട്. ഈ പരസ്യങ്ങൾ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഈ കമ്മിറ്റികളൊക്കെ തന്നെയാണ് ചെയ്യുക. ഈ കമ്മിറ്റിയിലൊക്കെ അംഗങ്ങളാവുന്നവർ ദയവായിട്ട് ഫ്ലക്സ് ബോർഡ് വെച്ച് അന്തരീക്ഷ മലിനീകരണം നടത്താതിരിക്കുക. നമുക്കുണ്ടല്ലോ എന്ത് വന്നാലും ഉടനെ ഇന്ന കമ്മിറ്റിയിൽ അംഗമായ ഇന്ന ആൾക്ക് അഭിവാദ്യങ്ങൾ എന്നർപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ മോശക്കാരാവുന്ന ഒരവസ്ഥ ഭാവിയിൽ ഉണ്ടാവരുത്. എല്ലാവർക്കും അതൊരു സൂപ്പറാണ് ഫ്ലക്സിൽ വയ്ക്കുന്നത്. കോൺഗ്രസ്സുകാർ എവിടെ ഫ്ലക്സ് ബോർഡ് വെച്ചാലും ഇപ്പോൾ അധികൃതർ അതെല്ലാം എടുത്തുകൊണ്ടു പോകും. അത്രയ്ക്ക് ശല്യമാണെന്ന് മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ അതിൻ്റെ വിവരങ്ങൾ ഇറങ്ങിയിട്ടുള്ള പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഫ്ലക്സ് വെക്കരുത്. ഇനി വല്ല തുണിയുടെ ബോർഡ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഫ്ലക്സ് വെച്ചാൽ നമ്മുടെ ഫ്ലക്സ് എടുത്തുകൊണ്ടുപോകും, അവരുടെ ഫ്ലക്സ് എടുക്കില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ നിയമം. അത് പോട്ടെ,
ഇനി അങ്ങ് കേന്ദ്രത്തിലേക്ക് പോവാം. ഈ രാഹുൽജിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്നത് വെറുതെയാണോ? രാഹുൽജിയുടെ മണ്ഡലത്തിൽ വന്ന് ആ മോദിജി ഡയലോഗ് അടിച്ചിട്ട് പോയില്ലേ? ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ഒരു വിട്ടുപോയൊരു കാര്യം ഞാൻ പറയാം. സാധാരണ ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരൊക്കെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ലോക്കൽ MLA, ലോക്കൽ MP ഇവരെയൊക്കെ ക്ഷണിച്ചിട്ടാണ് പരിപാടി നടത്തുക. ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ നിയോജക മണ്ഡലത്തിൽ ഒരു തോക്ക് ഫാക്ടറിക്ക് തറക്കല്ലിടാൻ ചെന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തന്നെ അയാൾ എത്രമാത്രം അല്പനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അദ്ദേഹം പറഞ്ഞ എന്താ, നിങ്ങൾ ജയിപ്പിച്ച നിങ്ങളുടെ MP പറഞ്ഞിട്ടല്ല ഞാൻ ചെയ്തത്, നിങ്ങൾ തോൽപ്പിച്ചു വിട്ട ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ തോക്ക് ഫാക്ടറി ഇവിടെ കൊണ്ടുവന്നത്. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ UPA സർക്കാരിൻ്റെ അവസാന കാലത്ത് തറക്കല്ലിട്ട പദ്ധതിക്കാണ് ഈ സർക്കാരിൻ്റെ കാലാവധി ഏതാണ്ട് ഇന്നോ നാളെ അവസാനിക്കുമ്പോൾ പോയിട്ട് തറക്കല്ലിട്ട് ലോക്കൽ MP അപമാനിക്കുന്ന. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞ നരേന്ദ്രമോദി കഴിഞ്ഞ അല്പനാവുള്ളൂ, നാട്ടുകാർ ഇതൊക്കെ വിലയിരുത്തുന്നവരാണ്. അല്ല, ബലാക്കോട്ടിൽ നടത്തിയ തിരിച്ചടിയിൽ എത്ര പേർ മരിച്ചു? അമിത്ഷാജി കൃത്യമായി കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. വേറെ ആർക്കും ആ കണക്കറിയില്ല. ഇപ്പൊ തന്നെ യുദ്ധത്തിലൊക്കെ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്, സംശയമൊന്നുമില്ല. അവിടെ സ്ഫോടനം നടത്തിയതിലും ഒക്കെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യണം, സംശയമൊന്നുമില്ല. പക്ഷെ എത്ര തീവ്രവാദികൾ ഇല്ലായ്മ ചെയ്തു നമുക്കത് കണക്കൊന്നും അറിയാനാണ്. ഇപ്പോൾ ഒരു 10,000-2000 തീവ്രവാദികളെ അമർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ര വേണ്ടിയിരുന്നില്ല എന്നാരും പറയില്ല. മുഴുവൻ തീവ്രവാദികളെ അമർച്ച ചെയ്താൽ അത്രയും സന്തോഷമേ ഉള്ളൂ. പക്ഷേ അമർച്ച ചെയ്തു കണക്കില്ല. പട്ടാളം മേധാവി പറയുന്നത് പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ, പ്രധാനമന്ത്രി പറയുന്നത് കണക്ക് ചോദിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണ്. അങ്ങനെ ഏർപ്പാടുണ്ടോ? ഒരു കേന്ദ്രമന്ത്രി അനിവാര്യ പറയുകയാണ്, ആളുകളെ കൊല്ലലായിരുന്നില്ല ഉദ്ദേശം, പിന്നെ എന്താ പേടിപ്പിക്കാനാ? പടം പൊട്ടിച്ച് പേടിപ്പിക്കുക. ഈ മൃഗങ്ങൾ വരുമ്പോൾ ഓടിക്കുന്ന പോലെ ആന വന്നിറങ്ങുമ്പോൾ ആനേനെ ഓടിക്കാൻ പടകം പൊട്ടിച്ചെറിയും. അതുപോലെ പൊട്ടിച്ചെറിയലാണോ തീവ്രവാദികളെ കാണാൻ വേണ്ടി വെടിവെക്കുന്നത്, അല്ലെങ്കിൽ ബോംബെറിയുന്നത്, മിസൈൽ വർഷിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. പറയുകയാണ് ചെയ്തതിൻ്റെ കണക്ക് പറയണ്ടേ? അതുപോലും പറയില്ല. എന്നിട്ട് രാജ്യസ്നേഹം നമ്മളെ പഠിപ്പിക്കുക. ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ സംഘികളാണല്ലോ. അതുകൊണ്ട് സംഘികൾ കോൺഗ്രസിനെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരണ്ട. ഒറ്റ കാര്യം പറയാനുള്ളൂ, സംഘികൾ ഏതായാലും കോൺഗ്രസ്സുകാരെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരണ്ട. കാരണം പണ്ട് ബ്രിട്ടീഷുകാരൻ്റെ ഷൂവിൽ അവർ വല്ല വിഷം പുരട്ടിയിരുന്നെങ്കിൽ അന്ന് തന്നെ കുറേ സംഘികൾ ചത്തൊടുങ്ങിയാണ്. അതുപോലെയാണ് ബ്രിട്ടൻ്റെ ചെരുപ്പ് നക്കികളായിരുന്നവരാണ് സംഘികളുടെ പഴയ തലമുറ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതൊക്കെ ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം എന്ന് മാത്രമേ ഞാൻ പറയുന്നു. കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളിജിയുടെ വകയുള്ള ശകാരം പോരാഞ്ഞ് ഇന്നിതാ ബെന്നി ബെഹനാന്റെ വകയും BT ബൽറാമിന് ഒളിയമ്പ്. ഞാൻ ഒരു കാര്യം പത്രക്കാരുടെ സാന്നിധ്യത്തിൽ പറയുന്നത് ഔചിത്യമാണോ ഇല്ലയോ എന്ന് എങ്കിൽ പോലും ഞാൻ പറയുന്നു. സോഷ്യൽ മീഡിയ ഇന്ന് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് പാർട്ടിയുടെ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാർക്ക് വേണ്ടിയുമാണ്. നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും നമുക്ക് ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാർക്ക് വേണ്ടിയാണെങ്കിലും ഞാനതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചില്ല. പക്ഷേ നമുക്കിഷ്ടപ്പെടാത്ത സ്നേഹിതന്മാരെ തേജോവധം ചെയ്യുന്നതിനും നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നു എന്നത് പൊതുവെ നമ്മുടെ പാർട്ടിക്ക് ഗുണകരമല്ല, നല്ലതല്ല എന്ന ചിന്ത, എന്ന തീരുമാനം ഈ മീഡിയ കമ്മിറ്റി ആദ്യമായി എടുക്കണം. മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ അവരോട് ചൂടായിട്ട് കാര്യമില്ല. പിന്നെയോ അവരുടെ പേരൊക്കെ വിളിച്ച് അങ്ങനെ സുഖിപ്പിച്ച് നിർത്തിക്കൊള്ളണം. നമുക്കറിയാം, മാധ്യമ പ്രവർത്തകർ അവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കുന്ന സമീപനം ഒരുപോലെയാണ്. നമ്മൾ അവരോട് അസ്വസ്ഥ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. നമുക്കിഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമുക്കിഷ്ടപ്പെടാത്ത വാർത്തകൾ മാധ്യമങ്ങൾ വരുമ്പോഴും അവരെ ശത്രുക്കളായല്ല കാണേണ്ടത്. നമ്മുടെ പ്രവർത്തനത്തിലൂടെയും നമ്മുടെ സമീപനത്തിലൂടെയും മാധ്യമങ്ങളിൽ നമ്മുടെ വാർത്തകൾ വരുത്തത്തക്ക രീതിയിലുള്ള വ്യക്തതയും അതുപോലെ വസ്തുതാപരമായ വിഷയങ്ങൾ അവരുടെ മുന്നിൽ എത്തിച്ചാൽ മാത്രമേ അവരും ആ കാര്യത്തിൽ ഗൗരവമായി